ഓക്കെ, ആദ്യം നോക്കാം കേട്ടോ. എക്സ്പ്രസ് യുവർ ലവ്. ഗോ ഹെഡ് ആൻഡ് മേക്ക് ദ റൊമാൻറ്റിക് ജെസ്ചർ. നിങ്ങൾ നിങ്ങളുടെ ലവ്ഡ് പേഴ്സൻ്റെ അടുത്ത് നിങ്ങളുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ പോയി എക്സ്പ്രസ് ചെയ്യൂ ധൈര്യമായിട്ട് എന്ന് തന്നെയാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. അത് അക്സെപ്റ്റ് ചെയ്യപ്പെടും എന്ന് ഡിവൈൻ പറയുന്നു. വെഡിങ്. ദിസ് സിറ്റുവേഷൻ ഇൻവോൾവ്സ് മാരേജ്. പലർക്കും ഒരു മാരേജ്, ഒരു പ്രപ്പോസൽ വരുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ്. യു ഹാവ് നോൺ ഈച്ച് അതർ ബിഫോർ. നിങ്ങളുടേത് ഈ ജന്മത്തിലുള്ള ബന്ധമല്ല, പൂർവ്വജന്മ ബന്ധമാണ് എന്ന് തന്നെ ഡിവൈൻ പറയുന്നു. പാസ്റ്റ് ലൈഫ് കണക്ഷൻ കേട്ടോ. Forgiving and learning. As you release and heal the past, you experience more love in your present moments. കഴിഞ്ഞു പോയ കാര്യങ്ങൾ അങ്ങ് വിട്ട് കളയുക കേട്ടോ. അത് തന്നെ മനസ്സിലിട്ട് വീണ്ടും വീണ്ടും ചിന്തിച്ചിരിക്കാതെ ക്ഷമിക്കാൻ പറ്റുന്ന അവിടെ ക്ഷമിക്കുക, ദേഷ്യങ്ങൾ മാറ്റിവെക്കുക. അങ്ങനെ മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആവും എന്നാണ് ഡിവൈൻ പറയുന്നത്. ന്യൂ പേഴ്സൺ ഹാസ് സ്റ്റിർഡ് യുവർ റൊമാൻറ്റിക് ഫീലിങ്സ്. പലർക്കും ഒരു ന്യൂ ലവ്, ഒരു ന്യൂ പ്രപ്പോസലൊക്കെ വരുന്നതായിട്ട് കാണുന്നു ഈ മറ്റേ ഡെക്കിലുള്ള. അബണ്ടൻസ്. പോസിറ്റീവ് മൈൻഡ് സെറ്റ് മാനിഫെസ്റ്റ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ബ്ലിസ് ബ്ലെസ്സിങ്സ്. പലരും 1111 പോർട്ടലിൽ റിലേഷൻഷിപ്പിൻ്റെ ഒപ്പം തന്നെ ജോബ് റിലേറ്റഡ് കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. രണ്ടും തന്നെ മാനിഫെസ്റ്റ് ആവുന്നതായിട്ട് കാണുന്നു കേട്ടോ. ബ്ലെസ്സിങ്സ് വരുന്നതായിട്ടാണ് ഡിവൈൻ പറയുന്നത്. ഹാമർ. സാബട്ടാജ് ആൻഡ് റീബിൽഡ്. പെർസിസ്റ്റൻറ്റ്. വർക്കിംഗ് ഓൺ ഇറ്റ്. റിപ്പയറിങ്. അങ്ങനെ ഒരു സാബട്ടാജ് സിറ്റുവേഷൻ ആണ്, ഒരു ബ്ലോക്കേജ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അറ്റ് പ്രസൻറ്റ് ഉള്ളതെങ്കിൽ അത് മാറി വരും എന്നാണ് ഡിവൈൻ. ടൈമിങ്ങിൽ ഒരു മാറ്റം വരും എന്ന് തന്നെയാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. ഹെൽത്തി ചോയ്സസ്. സെൽഫ് ലവ് ആൻഡ് സെൽഫ് കെയർ. ബീൻ ഹാപ്പിയർ. ലവ് ആൻഡ് ലൈഫ്. സെൽഫ് കെയർ, സെൽഫ് റെസ്പെക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നു. നിങ്ങളുടെ പേഴ്സണെ മാനിഫെസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സെൽഫ് ലവും കൂടെ മാനിഫെസ്റ്റ് ചെയ്യൂ എന്നാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. കട്ടിംഗ് ഔട്ട് സെപ്പറേഷൻ. സ്റ്റോപ്പ് ദ പാറ്റേൺ. സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ്. ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇടണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാനും പറയുന്നുണ്ട്. അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ ബിഹേവിയർ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ബ്രേക്ക് എടുക്കണമെന്ന് തോന്നിയാൽ അത് ചെയ്യൂ എന്നാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. ചില സമയത്ത് നമ്മൾ കുറച്ച് സ്റ്റേണായിട്ട് ബിഹേവ് ചെയ്താൽ മാത്രമേ അവരെ കറക്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ ഒരാവശ്യം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതുപോലെ ചെയ്യാനാണ് ഡിവൈൻ പറയുന്നത്. വാച്ചിങ്, ലുക്കിംഗ്, പെർസെപ്ഷൻ, സ്റ്റോക്കിംഗ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ നല്ലപോലെ തന്നെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ആവട്ടെ, ദൂരെ നിന്നും നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് നിങ്ങളറിയാതെ ഇവർ ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് ഡിവൈൻ പറയുന്നത്. ഓക്കെ.